പതിയെ മറന്നിടുവാൻ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഇവൾക്ക് വട്ടായോ, എന്താ ഇപ്പോൾ പാട്ടൊക്കെ ഫസ്റ്റ് പാടുന്നത്. ഞാൻ വെറുതെ ഒരു ചേഞ്ച് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് വെറുതെ പാടിയതാണ്. അത്ര നല്ലതൊന്നും അല്ലാന്ന് എനിക്കറിയാം. ഞാനും നിങ്ങളെ പോലെ തന്നെ വീണ്ടും കേൾക്കുമ്പോൾ ഞാനും ചിരിക്കുന്നുണ്ട്. കാരണം വേണ്ടിയതില്ലാന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് അത് ഡിലീറ്റ് ആക്കാൻ നിന്നില്ല സത്യം പറഞ്ഞാൽ. ഇതേപോലെ കുറേ നല്ല നല്ല പാട്ടുകളുണ്ട്, അതൊക്കെ എടുത്ത് കേൾക്കൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നും കുക്കിങ്ങിൻ്റെ വീഡിയോ തന്നെയാണ്. ഞാൻ രാവിലെ എണീറ്റു, നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ രാവിലത്തെയാണ്. പിന്നെ അപ്പം ഇന്ന് ചെറുപയർ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ രാത്രി തന്നെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളിയും തക്കാളിയൊക്കെ വെട്ടി അതൊക്കെ രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ഉണ്ടാക്കിയാൽ മതിയല്ലോ വിചാരിച്ചിട്ട്. കാരണം രാവിലെ കറി ഉണ്ടാക്കലും അതേപോലെ സ്കൂൾക്കുള്ളതും ഒക്കെ നമുക്ക് പറ്റും. പക്ഷേ എനിക്ക് ഹെസമോളൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരം ഭക്ഷണം കൊടുക്കാനും അവളുടെ കൂടെ ഒരു അരമണിക്കൂർ നേരമെങ്കിലും ഇരിക്കേണ്ടി വരും. അപ്പോൾ ഇസുവിൻ്റെ ടൈം വൈകും. പിന്നെ അതെല്ലാം ഇന്ന് വെള്ളിയാഴ്ച ദിവസം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസു നല്ല ഉറക്കത്തിലാണ്. ഓനെയൊന്നും എണീറ്റിട്ടില്ല. കാരണം എണീറ്റ് വെച്ച് കഴിഞ്ഞാൽ കടത്തം തന്നെയാണ്. കാരണം സ്കൂൾ മാത്രമല്ലേ ഉള്ളൂ. പക്ഷേ സ്കൂളാണെന്നുണ്ടെങ്കിൽ 9 മണിക്ക് പിന്നെ ഓട്ടോ വരും. അപ്പോൾ ചായയും അപ്പം ഒക്കെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇനി ഓന് നീച്ചിട്ട് പിന്നെ ഭക്ഷണം കഴിച്ചാൽ മതി. പിന്നെ പിന്നെ ഒരു ഭക്ഷണമോ കാര്യങ്ങളോ ഇന്ന് വെള്ളിയാഴ്ച ഉണ്ടാവില്ല. കാരണം അല്ലെങ്കിൽ ഒരു മദ്രസ ഇട്ട് വരുമ്പോൾ ചെറിയ കഞ്ഞിയൊക്കെ ഞാൻ കൊടുത്തിട്ടാണ് വിടല്. ഇന്നിപ്പോൾ ഒരൊറ്റ ഭക്ഷണത്തുമ്പോൾ ഓന് സ്കൂൾക്ക് പോകുക കരം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കറിയായിട്ട് ചെറുപയർ കറിയാണ് ഇന്ന് ഉണ്ടാക്കണത്. അപ്പോൾ അത് വേഗം വെള്ളിയാഴ്ചയാണ്. പിന്നെ അതേപോലെ അപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചു. എനിക്കിഷ്ടമാണ് കേട്ടോ ചെറുപയർ കറി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ്. പിന്നെ അത് ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി ചെറുതാക്കിയിട്ട്, ഇതിപ്പോൾ ചെറുതാക്കാനൊന്നും നിന്നിട്ടില്ല, ചെറുതാക്കിയിട്ട് നൈസാക്കി കട്ട് ചെയ്തതിന് ശേഷം വാട്ടിയിട്ട് പിന്നെ അധികം മസാലയും കാര്യങ്ങളൊക്കെ ഇടുക. അതേപോലെ ചെറുപയറൊരു നല്ല അങ്ങനെ ലൂസാക്കിയിട്ടുള്ള കറി എനിക്കിഷ്ടമല്ല. ചെറിയൊരു ടൈറ്റ് കൊടുക്കനെ കറി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിക്ക് ചെറുപയർ കറിയും ഇന്ന് ഉച്ചക്കാണെന്നുണ്ടെങ്കിൽ കറി എടുക്കുകയും ചെയ്യാം. ആ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. എനിക്ക് ചോറക്കാണെന്നുണ്ടെങ്കിലും ചെറുപയർ കറി ഇഷ്ടമാണ്. അപ്പം രാത്രി തന്നെ ചെറുപയറൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുക്കറിലാണ് വെക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പണി ഒരു വിധം ഒരുങ്ങി. ഇനി കുക്കറിൽ വെച്ച് കുറച്ച് നേരം വിസിലൊക്കെ അടിച്ചതിന് ശേഷം അത് വെന്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്. പിന്നെ ഇനിയിപ്പോൾ അടുത്തത് എനിക്ക് ഇസോന് സ്കൂളിലേക്കുള്ള കൂട്ടാൻ ഉണ്ടാക്കണം, അതേപോലെ ചോറുണ്ടാക്കണം. ഇതൊക്കെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ പിന്നെ എനിക്കിന്ന് വാഴക്കുപ്പേരിയാണ് കൊണ്ടുപോകണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. പിന്നെ വാഴക്കൊക്കെ കട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെറുപയർ നോക്കിയ സമയത്ത് നല്ല ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നീട് വെക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. ഒരൊറ്റ പ്രാവശ്യം തന്നെ അത് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കിയപ്പോൾ ഓക്കെയാണ്. ഇനി വേഗം ഓനിക്കുള്ള കൂട്ടാനുണ്ടാക്കണം, ചോറുണ്ടാക്കണം. പിന്നെ ഞാനങ്ങനെ ചോറ് പിന്നെ വേഗം കുക്കറത്തെ കറിയും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ചോറ് അതിൽ തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ സാധാ പോലെയൊക്കെ ചോറ് വെക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അധികം ആയി കിട്ടലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആവും. പിന്നെ മറ്റേ അടുപ്പിൽ ഞാൻ വാഴക്ക ഉപ്പേരിക്കുള്ളതും വെച്ച് കൊടുത്തു. പിന്നെ ചോറും അതേപോലെ കൂട്ടാനും ഒക്കെ അങ്ങനെ അടുപ്പ് കിടന്നാവട്ടെ. ഞാനപ്പോൾ ആ സമയം കൊണ്ട് ഉപ്പേരി തൂമിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ വെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഇന്നത്തെ രാവിലത്തെ ഒരു ജോലിയൊക്കെ ഏകദേശം തീരാനായിട്ടുണ്ട്. ചോറും കൂടെ ആയിക്കഴിഞ്ഞാൽ ഒരുവിധം ഒരുങ്ങി. ഇനി വലിയ റിസ്ക് എന്താണെന്ന് വെച്ചാൽ സൂന് ഓന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മദ്രസ ഇല്ലാത്തതിൻ്റെ പേരിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓനെ നീപ്പിക്കണം. സമയം 8-8:15 ഇപ്പോൾ. ഓനിന് ചായ കുടിക്കുക, അതേപോലെ ഡ്രസ്സ് ചെയ്യുക, മാറ്റുക, പോവുക, ഇത്രേ ഉള്ളൂ. അപ്പോൾ ചോറും ഒരുവിധമായി.
പിന്നെ അപ്പോൾ ഞാൻ വേഗം ഓനിക്കുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുത്തു. അതേപോലെ തന്നെ ഞാനും ആ ഒരു സമയം കൊണ്ട് തന്നെ ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്